ആരിത്? ജനകൻ ചേട്ടനോ? നമസ്കാരം നമസ്കാരം. നമസ്കാരം. വരൂ, അകത്തേക്ക് വരൂ. വാ ഇരിക്കേ. ഇരിക്ക്. സുഖമല്ലേ ദേവകി? കുഴപ്പമൊന്നുമില്ല ഏട്ടാ. എന്താ കുടിക്കാൻ എടുക്കേണ്ടത്? ചായയാണോ കാപ്പിയാണോ? എനിക്ക് ജ്യൂസ് മതി അമ്മാവാ. ആ വേണ്ട നടേശ, ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങിയത്. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എന്റെ അതിഥിയായിട്ട് ഇവിടെ വന്നാൽ സൽക്കരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. രാജി, 3 ജ്യൂസ് എടുത്തോണ്ടാ. കൊണ്ടുപോനേട്ടാ. എന്താ ചേട്ടാ ഈ വഴിയൊക്കെ? ഞങ്ങൾ അതിഥികളായി വന്നതല്ല നടേശ. എന്താ ചേട്ടാ, എന്തോ വിഷമമുള്ളതുപോലെയാണല്ലോ സംസാരിക്കുന്നത്. ലക്ഷ്മിക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് കല്യാണാലോചന വന്നിട്ടുണ്ട്. ഞാനും അത് കേട്ടു. സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലേ? അതെ. ഇത്ര നാൾ കാത്തുനിന്നതിന് നല്ലൊരു കുടുംബത്തെ തന്നെയാണല്ലോ കിട്ടിയിരിക്കുന്നത്. അവർക്ക് 15 പവൻ വേണോന്നാ പറഞ്ഞേ. അതിനാ ചേട്ടനെ കാണാൻ ഞങ്ങൾ വന്നത്. ശരി, ചേട്ടന് എത്ര വേണം? വീടിന്റെയും സ്ഥലത്തിന്റെയും ആധാരം പടയം വെച്ചാൽ ഒരു 10 ലക്ഷമെങ്കിലും കിട്ടുമെന്നാ ഞങ്ങൾ കണക്കൂട്ടിയത്. 10 ലക്ഷോ? ജനകചേട്ടനെയും ദേവിക ചേച്ചിയും ഈ വഴിക്കൊന്നും കാണാറേ ഇല്ലല്ലോ. താങ്ക് യു. എന്തിനാ ദേവകി അവളെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത്? പാറു, നീ കുടിക്കുമോളെ. നിങ്ങളും കൂടി എടുക്ക്. ചേട്ടാ, സഹായം ചോദിച്ചു വരുന്നവരെ ഇങ്ങനെ ഇരുത്താതെ ഒരു തീരുമാനം പറഞ്ഞൂടെ? ഞാൻ ബാക്കിയുള്ളവർക്ക് കാശ് കടം കൊടുത്ത് പലിശ വാങ്ങി വെക്കുന്നത് പോലെ ചേട്ടനോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ചേട്ടൻ എന്നോട് ഇതുവരെ കാശ് കടം ചോദിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി കാശ് കടം ചോദിക്കുമ്പോ പറ്റില്ല എന്ന് പറയാനും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പണയം വയ്ക്കുന്ന സ്ഥലം എങ്ങനെയുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് കടം തിരിച്ചടയ്ക്കാൻ മാത്രം എന്തെങ്കിലും വരുമാനം ഉണ്ടോ? കാർത്തിയുടെ പഠിത്തം തീരാറായി ചേട്ടാ. അവന് വേഗം തന്നെ ഒരു നല്ല ജോലി കിട്ടി അതിൽ നിന്ന് വരുമാനം വരാൻ തുടങ്ങും. വിശ്വസിച്ച് തന്നോളൂ അമ്മാവാ. ചേച്ചിയുടെ കല്യാണത്തിനല്ലേ. തരാം മോളെ. ഒരുപാട് നന്ദിയുണ്ട് നടേശ. ഞാൻ ചേട്ടന്റെ മകൻ കാശ് തിരികെ തരുമെന്നുള്ള പ്രതീക്ഷയിലല്ല കാശ് തരുന്നത്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ പിന്നെയും വിശ്വസിക്കാം, ആൺമക്കളെയാണ് തീരെ വിശ്വസിക്കാൻ കൊള്ളാത്തത്. എന്നാലും ചേട്ടനെ വിശ്വസിച്ച് ഞാൻ കാശ് തരാം. എന്റെ മോൻ അങ്ങനെയൊന്നും അല്ല ഏട്ടാ. നല്ല ഉത്തരവാദിത്വം ഉള്ളവനാ. അവനോട് ചോദിച്ചതിന് ശേഷമാ ഞങ്ങൾ വീട് പണയം വെക്കാൻ തീരുമാനിച്ചത്. ചേട്ടന് ജോലി കിട്ടുന്നതിന് മുൻപ് ഞാൻ കടം വീട്ടു അമ്മാവാ. ധൈര്യമായിട്ട് കൊടുത്തോളൂ. ഈ കടം ഞാൻ അടച്ചു തീർക്കും. പാറുക്കുട്ടി പറഞ്ഞ പിന്നെ അതിനപ്പുറം ഇല്ല. പക്ഷേ ഒരു കാര്യമുണ്ട് ചേട്ടാ, കടം തന്നു കഴിഞ്ഞാലേ അത് തിരികെ ചോദിക്കുമ്പോ ഞാൻ സ്വന്തവും ബന്ധവും ഒന്നും നോക്കാറില്ല. എനിക്കതറിയാം നടേശ. എന്നാ ശരി, ഞാൻ കാശ് എടുത്തോണ്ട് വരാം. സുരേഷേ സാർ, ഒരു 10 ലക്ഷത്തിന്റെ എഗ്രിമെന്റ് തയ്യാറാക്ക്. ഓക്കെ സാർ. അറിയാലോ, പേര് ജനകൻ. ശരി. അതെ,
ചേട്ടൻ കാശ് തരാന്ന് പറഞ്ഞില്ലേ? ഇനി എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? സമാധാനത്തോടെ ജ്യൂസ് കുടിക്കേ. ആ ദാ, ചേട്ടൻ ഇതിൽ ഒപ്പുവെച്ചോളൂ. ഓ ഇവിടെ ഒരു ഇവിടെ 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 ആ ആ ആ ദാ. ആ ചേട്ടാ ഇതാ മേടിച്ചു. കാശ് വാങ്ങിച്ചോളൂ. ചേട്ടാ ശകുനം തീരെ ശരിയല്ലല്ലോ. കുറെ കാലത്തിന് ശേഷം എന്റെ വീട്ടിൽ നടക്കാൻ പോകുന്നൊരു നല്ല കാര്യമാണ് എന്റെ മോടെ കല്യാണം. അത് നടത്താൻ വേണ്ടി എത്ര വലിയ തടസ്സങ്ങൾ നേരിടാൻ ഞാൻ തയ്യാറാണ്. നരേശെ വിശ്വസിച്ച് കാശ് തന്നാൽ മാത്രം മതി. ശരി, ഞാൻ തരാം. ദാ, വാങ്ങിക്കോളൂ. ദാ. ദാ നരേശ. ആ വലിയ ഉപകാരമുണ്ട് നരേശ. എന്റെ മോളുടെ കല്യാണം ചേട്ടന്റെ സഹായത്തോടെ നടക്കാൻ പോകുന്നേ. ദേ, കല്യാണത്തിന് എന്നെ ക്ഷണിക്കാൻ മറക്കണ്ട. തീർച്ചയായിട്ടും ഞങ്ങൾ ക്ഷണിക്കും ചേട്ടാ. ആ ആ, ആ. വിളിക്കും. ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ.